അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടു ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ദുആർന്നത് റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല. ഒരു ഭർത്താവ് അഥവാ ഒരു ആണുക അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അയാൾ ജാവ് ഗണിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കരുത്. വായിക്കലംബ്രാത്തഹു എന്നിട്ട് അയാളെ ഭാര്യയുടെ അയാൾ വന്നിട്ട് നിസ്കരിപ്പാട്ട്. ഫൈൻ അബത്ത് നലഹ ഫി വജിഹിൽ മാ. ഭാര്യ എനിക്കോ കേട്ടില്ല, ഭാര്യക്കോ ചിലപ്പോൾ ഭയങ്കര ക്ഷീണിക്കട്. അപ്പോൾ ആ സമയത്തിൽ തെല്ല് തന്നി എടുത്തിട്ട് മുഖത്ത് തൊളിച്ചിട്ട് മുഖത്ത് പാടിയിട്ട് അയാൾ ഭാര്യയുടെ വന്നിട്ട്. റഹിമല്ലാഹു മ്രാത്തൻ ഒരു ഭാര്യക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ട് ഖാമത്ത് മിനല്ലൈലി അയിമജാവ് ഗണിക്കട് എന്നിട്ട് ഫസല്ലത്ത് നിസ്കരിക്കട്. വൈക്കലത്ത് സൗജഹ ഭർത്താവിടെ വന്നിട്ട്. ഫൈൻ അബ നലഹത്ത് ഫി വജിഹിൽ മാ. അങ്ങനെ ഭർത്താവ് എനിക്കോ കേൾക്കില്ല, ചിലപ്പോൾ പോലടി നയിച്ചിട്ട് വന്നിട്ട് സുസ്തായിട്ട് പോണ്ടല്ലേ, അങ്ങനെ എനിക്കോ കേൾക്കില്ല. അപ്പോൾ എന്താക്കി തെല്ല തന്നി എടുത്തിട്ട് ഭർത്താവിടെ മുഖത്ത് പാറുപാട്ട്. അങ്ങനെ ഭർത്താവ് എണിച്ചിട്ട് നിസ്കരിക്കട്. ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വന്നിട്ട് നിസ്കരിക്കണ്ടായെങ്കിൽ അനക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ദുആർന്നത്. അപ്പോൾ നോക്കൂ, എന്തൊരു ഭാഗ്യവന്തന്മാർ ഇങ്ങനത്തെ ഭർത്താക്കന്മാരും ഭാര്യമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ ദുആർന്നത് റഹ്മത്ത് ചെയ്യട്ട്. ഞങ്ങൾ നല്ല മനുഷ്യന്മാരെ ദുആ നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കണം എങ്കിൽ ലോകത്തെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് റഹ്മത്ത് അള്ളാഹുവിൻ്റെ കരുണ ഞങ്ങൾക്ക് ഇക്കട്ട് ചെന്നിട്ട് ദുആറക്കിട്ട് ചെന്നെങ്കിൽ ചെറിയ വിഷയം എന്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങത്തിലെ ചില പ്രത്യേകമായ സന്ദർഭത്തിൽ മാത്രമേ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ട് ചെന്നിട്ട് ദുആർന്നത് നമുക്ക് കാണാൻ സാധ്യമുള്ളൂ. ഉദാഹരണങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നത് റഹിമല്ലാഹു മൂസാ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ട്. എന്ത് ദുആർന്നല്ലേ? അത് മക്കത്തെ മുശ്രിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഇടങ്ങേറ് കൊടുത്തേന്നാറ്, ഉപദ്രവിക്കേണ്ടിരുന്നാറ്. ആ ഉപദ്ര സഹിക്കാവത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മനസ്സ് ഒരു തസല്യം ഉണ്ടാവുകയായിട്ട്, തൻ്റെ സമാധാനം ഉണ്ടാവുകയായിട്ട് ദുആർന്നത് മൂസാ നബി അലൈഹിസ്സലാമു അല്ലാഹു റഹ്മത്ത് ചെയ്യട്ട്. ഇതിരാണ്ട് യാറ മൂസാ നബിക്ക് അവിടുത്തെ കൗമ് ബുദ്ധിമുട്ട് കൊടുത്തൊരു അവിടുത്തെ കൗമ് ഇടങ്ങേറാക്കിടാറ്. അപ്പോൾ മൂസാ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ട്. അപ്പോൾ നോക്കൂ, ആ ഒരു പ്രയോഗമായിട്ട് ഊടും പ്രയോഗിച്ചത്. അങ്ങനെ ചില സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ ഒരു പ്രയോഗം പ്രയോഗിച്ചതുണ്ട്. അപ്പോൾ ഏതുമാവട്ട് ഞങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങളുടെ ഇടയിൽ ബർക്കത്തുണ്ടാകും, ഞങ്ങളുടെ ദാമ്പത്യ ജീവിത ശാന്തത്തിൽ മുന്നോട്ട് പോകും, അള്ളാഹുടെ കാരുണ്യം ഞങ്ങൾക്ക് കിട്ടുകയും കാരണമായിട്ട് തീർന്ന് ഞങ്ങൾ ജാവ് ഗണിച്ചിട്ട് പരസ്പരം ചിലപ്പോൾ ഭർത്താവ് നല്ല വർക്കിലായിട്ടേക്കും സ്വയമില്ലാത്ത വർക്ക്. അപ്പോൾ ഭാര്യ എണിച്ചിട്ട് ഭർത്താവിടെ വിളിക്കണം. ചില സന്ദർഭം ഭാര്യക്ക് നല്ല വർക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താക്കണം, ഭർത്താവ് എണിച്ചിട്ട് ഭാര്യയുടെ വിളിക്കണം. ഇങ്ങനെ പരസ്പരം സഹകരിച്ചിട്ട് ദീൻ്റെ വിഷയത്തിൽ സഹകരിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടത്. ജാവ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് വലിയൊരു റഹ്മത്ത് കിട്ടുക കാരണമാവും. എവിടത്തോളം ചെന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നൊരു ഹദീസിൽ ചെല്ല് പിന്നെ ഈ തഹജ്ജുദ് നിസ്കാരം ചെല്ലുന്നത് ദഅബു സ്വാലിഹീൻ ഖബ്ലക്കും, നിങ്ങൾ മുന്നിലുള്ളതായ പണ്ടത്തെ മഹാന്മാരെല്ലാവരും പതിവാക്കിയ നിസ്കാരമായിട്ടേക്കിട്. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാർ അങ്ങാറും ജാവ് ഗണിച്ചിട്ട് സുബൈത്തോളം അറങ്ങിയങ്ങല്ല, അങ്ങ് എല്ലാവരും ജാവ് ഗണിച്ചിട്ട് ഇടയ്ക്ക് ഇഷാടെ അതുപോലെ തന്നെ സുബൈയുടെ ഇടയിൽ അങ്ങ് വറങ്ങിയിട്ട് ആ വറക്കടെ ഇടയിൽ എണിച്ചിട്ട് അങ്ങ് നിസ്കരിച്ചങ്ങായിരിക്കാറ്. സ്വാലിഹീൻ എല്ലാവരും അത് ആ നിസ്കാര പതിവാക്കിങ്ങായിരിക്കാറ്, ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും എല്ലാവരും. അതുപോലെ പിന്നെ മക്രബത്തുല്ലക്കും ഇലാ റബ്ബിക്കും, നിങ്ങൾ റബ്ബിലേക്ക് അടുപ്പിക്കട ഒരു നിസ്കാരമായിട്ടിക്കട് തഹജ്ജുദ് നിസ്കാര. അള്ളാഹുലേക്ക് നിങ്ങൾ അടുക്കൂ, റബ്ബിൻ്റെ സാമീപ്യ കരസ്ഥമാക്കൂ. ഞങ്ങൾ ഏറ്റവും നല്ലൊരു ഇബാദത്തായിട്ടിക്കട് തഹജ്ജുദ്. പിന്നെ മഗ്ഫിറത്തുൽ ലിസ്സയ്യാത്ത് അല്ലെങ്കിൽ മുകഫിറത്തുൽ ലിസ്സയ്യാത്ത്, പിന്നെ ദോഷത്തെ പുറത്തു തണ്ടതായ ഒരു എന്തായിരിക്കട്, നല്ല ദോഷമെല്ലാം പുറത്തു തണ്ടതായ ഒരു ഇബാദത്തായിട്ടിക്കട്. മൻഹാത്തുൻ അനിൽ ഇസ്മി
അതുപോലെ ഞങ്ങളെ ദോഷത്തെ തൊട്ട് തടയിലെ പോലത്തെ ശക്തി പവർ അത് കൊണ്ടു. ഞങ്ങൾ ജാവ് തഹജ്ജുദ് നിസ്കരിച്ചങ്ങ പിറ്റേണ്ട് ഞങ്ങൾക്ക് ദോഷത്തെ തൊട്ട് തടയുകൊള്ളതായ ശക്തി ജാവ് നീ തഹജ്ജുദ് നിസ്കരിച്ചാലല്ലേ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബെടക്ക് നീ ചെയ്യൽ സീര സമർല ചെന്നിട്ട് നാളെ മനസ്സിലന്തരാളത്തിൽ നിന്നിട്ട് ഒരു ബിലിയാള ചെല്ല ഞങ്ങൾക്ക് ഒരു എന്താക്കുക ഒരു ഗൈഡ് തണ്ടതായ അള്ളാഹുടെ പിന്നെ ധിക്കരിച്ച് നടക്കുന്നതിൽ തൊട്ട് ഞങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കുന്നതായ ഒരു ഇബാദത്തായിരിക്കട് തഹജ്ജുദ് നിസ്കാര തീന്നില്ല. മത്രദത്തുല്ലിദ്ദായി അനിൽ ജസദി മനുഷ്യരെ ശരീരത്തിലുള്ള സർവ്വ രോഗത്തെയും ആട്ടി ഓടിക്കുന്നതായ ശക്തി ആ തഹജ്ജുദ് നിസ്കാരത്ത് കൊണ്ടുപോകും. അപ്പോൾ ശരീരത്തിലുള്ള രോഗത്ത് മറന്നതായിട്ടിക്കട് തഹജ്ജുദ് നിസ്കാരം. ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഉൽഫത്തുണ്ടാക്കുകയും പ്രത്യേകിച്ചിട്ടും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിരിസപ്പാടുണ്ടാക്കുകയും അങ്ങനെ യശസ്വി ദാമ്പത്യ ജീവിതത്തിൽ ഒരു സൂത്രമായിട്ടിക്കട് ഏതിരെ ഈ തഹജ്ജുദ് നിസ്കാര ചെല്ലത്. അപ്പോൾ ഈ തഹജ്ജുദ് നിസ്കാര ഭാര്യ ഭർത്താക്കന്മാർ അതേപോലെ നിസ്കരിച്ചിട്ട് ദാമ്പത്യ ജീവിതത്തിൽ പിരിസപ്പാടുണ്ടാക്കുകയും അതിനിടയിലുള്ളത് ഒരു ദാമ്പത്യ ജീവിതം യശസ്വിയായിട്ട് മുന്നോട്ട് പോകുള്ളതായ ഒരു കാരണമായിട്ട് ഒരു നിമിത്തമായിട്ട് തീർക്കുന്നതായ ഒരു ഇബാദത്തായിട്ടിക്കട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ നിസ്കരിക്കുകയും അങ്ങനെ ഭാര്യമാരെയും അതിൽ വന്നിട്ട് നിസ്കരിപ്പാട്ടുള്ളതായ സൗഭാഗ്യം അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി.